ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അലോവേരയുടെ ഗുണങ്ങൾ ദോഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ആരൊക്കെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ആർക്കൊക്കെ അലോവേര ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻകാർക്കും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ചിലവരിൽ അലർജി കണ്ടെത്തിയതിനാൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമതൊരു കോമൺ ഡൗട്ടാണ്, നാച്ചുറൽ അലോവേരയാണോ അതോ കടകളിൽ കിട്ടുന്ന ബോട്ടിലുകളിലുള്ള അലോവേരയാണ് ഏറ്റവും നല്ലതെന്ന്. ഒരു സംശയമില്ല, നാച്ചുറൽ തന്നെയാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ടെന്നാൽ കമ്പനീസിൽ പ്രോസസ്സ് ചെയ്ത് ബോട്ടിൽ ചെയ്യുന്ന അലോവേരയിൽ ആഡ് ചെയ്യുന്ന ആൽക്കഹോൾ, ഫ്രാഗ്രൻസസ്, പ്രിസർവേറ്റീവ് ഇവ തന്നെ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നാച്ചുറൽ അലോവേര എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ അലോവേര ഇലയുടെ പച്ച കളർ തോട് കംപ്ലീറ്റ്ലി മുറിച്ച് മാറ്റി അകത്തുള്ള ജെൽ മാത്രം എടുക്കുക. ആ ജെൽ മാത്രം എടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് താടിക്കടിയിലെ സ്കിന്നിലോ ചെവിക്ക് പുറകിലുള്ള സ്കിന്നിലോ ഒരു ലേശം അപ്ലൈ ചെയ്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ചൊറിച്ചിലോ ചുവപ്പ് നിറമോ നീര് വെക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക. ഒരു 15 മിനിറ്റ് മാത്രം മുഖത്ത് വെക്കുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അലോവേരയ്ക്ക് എത്ര ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെയും ഒരു മരുന്നിനും ഇതൊരു പകരക്കാരനാകത്തില്ല. ആൻഡ് കീപ് യുവർ സ്കിൻ ഹാപ്പി ആൻഡ് ഹെൽത്തി.